ഹലോ! പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. അതായത് തലേദിവസം അരച്ച് വെക്കുകയോ പുളിപ്പിക്കാൻ വെക്കുകയോ ഒന്നും വേണ്ട. അതുപോലെ തന്നെ ഉഴുന്ന് വേണ്ട. പെട്ടെന്ന് കാലത്ത് തന്നെ ഒരു 3 സാധനം മാത്രം മതി ട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ് ട്ടോ. തേങ്ങാ ചട്നി ഒരു ചമ്മന്തിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ട്ടോ. പ്രവാസികൾക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ട്ടോ. തലേദിവസം അവർക്ക് അരച്ച് വെക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. ഇതാകുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ട്ടോ. അപ്പോൾ ദേ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു പാത്രത്തിൻ്റെ അളവിന് ഒരു പാത്രം ഞാൻ റവ എടുത്തിട്ടുണ്ട് കേട്ടോ. റവ വറുത്തതോ വറുക്കാത്തതോ എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. അതേ അളവിൽ തന്നെ ആ പാത്രത്തിൽ ഒരു കപ്പ് തലേദിവസത്തെ ചോറ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി തലേദിവസത്തെ ഇല്ലാന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തെ ചോറ് എടുത്താലും മതി കേട്ടോ. എന്നിട്ടൊരു 1/4 കപ്പ് ആ പാത്രത്തിൽ തന്നെ എടുത്താലും കുഴപ്പമില്ല. 1/4 കപ്പ് തൈര് കൂടി എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈര് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശയുടെ ടേസ്റ്റ് അല്ല കേട്ടോ. ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും കേട്ടോ. ഒന്നാമത് ഇതിൽ റവയും ചോറും അല്ലേ, അതുപോലെ തന്നെ എന്താണ് തൈരും കൂടി ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റിന് ചെറിയൊരു ഡിഫറൻസ് ആണ് കേട്ടോ. പക്ഷേ ഭയങ്കര ടേസ്റ്റും ഭയങ്കര സോഫ്റ്റും ആണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇന്നിവിടെ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിനൊരു തേങ്ങാ ചട്നിയും ഒരു ചമ്മന്തിയും ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. എല്ലാ വീട്ടമ്മമാർക്കുള്ള പ്രശ്നമാണ് കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഇന്ന് എന്ത് ഉണ്ടാക്കും എന്നുള്ളത്. തലേദിവസത്തെ മാവ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എളുപ്പമാണ്. പക്ഷേ മാവില്ലാത്ത ദിവസങ്ങളിൽ എന്തുണ്ടാക്കും എന്നുള്ളൊരു ആലോചനയല്ല. അപ്പോൾ ദേ ഇതുപോലെ പഴയ ചോറും കുറച്ച് തൈരും റവ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ദോശ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ മക്കൾ എന്തായാലും കഴിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ മിക്സ് ചെയ്ത എല്ലാ ഐറ്റംസും ഞാൻ ദേ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് അരയാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബബിൾസ് വന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ വേഗം പോയി ചട്നി അരച്ചു കേട്ടോ. അപ്പോൾ അത്രയും സമയം ഇത് ഇരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ വേണമെങ്കിലും ചുട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേറൊരു പണിയില്ല കേട്ടോ. എളുപ്പത്തിൽ തന്നെ ഒരു 5 മിനിറ്റ് മതി അതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് ടൈം വയ്ക്കണ്ട, ഒന്നും വേണ്ട. ഇത് നിങ്ങൾക്ക് മാവ് ഇതിൽ കാണുമ്പോൾ ക്ലിയറായി തോന്നുന്നുണ്ടാവില്ല. പക്ഷേ ഇത് നിങ്ങൾ അരച്ചെടുത്ത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ ശരിക്കും കാലത്തൊക്കെ പൊന്തി വന്നിട്ടുള്ള മാവില്ലേ, അത്രയും സോഫ്റ്റായിട്ടാണ് കേട്ടോ അതിരിക്കുന്നത്. നെക്സ്റ്റ് വരാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ കണ്ടാൽ ഞെട്ടുണ്ട്. അത്രയും സൂപ്പർ വീഡിയോ ആണ് കേട്ടോ. കൂടുതലത് ഉപകാരപ്പെടുന്നത് ജോലിക്കാർക്കും അതുപോലെ തന്നെ പ്രവാസികൾക്കും അതുപോലെ തന്നെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. ഈ ഒരു ഐറ്റം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ നിങ്ങൾക്ക് എന്താണ് കാലത്ത് എണീറ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് വരുന്ന ഒരു വീഡിയോ അല്ല കേട്ടോ, നെക്സ്റ്റ് വരുന്ന 2 വീഡിയോസും നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട കേട്ടോ. ഉച്ചത്തേക്കുള്ള ചോറിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ അത് എടുക്കുക ഉണ്ടാക്കുക, വേറെ ഒരു പണിയില്ല കേട്ടോ. നിങ്ങൾ കൂടുതൽ ആൾക്കാരും ഈ ഒരു ഐറ്റം നിങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. ഞാൻ തന്നെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് കരുതി. കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര തിരക്കാണല്ലോ. ഉച്ചത്തേക്കും രാവിലത്തേക്കും എല്ലാം കൂടി ഒരുമിച്ചൊരു ഓട്ടോ ആയിരിക്കും. ഇതാകുമ്പോൾ നിങ്ങൾ ഉച്ചത്തേക്കുള്ള പണി മാത്രം നോക്കിയത് കാലത്ത് എണീക്കുക, ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതെ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, ഈ ദോശയുടെ റെസിപ്പി. അപ്പോൾ ഇനി വരുന്ന വീഡിയോസും അതുപോലെ തന്നെ മുന്നേ ഒരുപാട് വീഡിയോസ് നല്ല നല്ല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ പ്രോഡക്റ്റിൻ്റെയും നല്ല 200 രൂപയിൽ താഴെ വരുന്ന കിച്ചൺ പ്രോഡക്റ്റിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ടിപ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവർ അതുകൂടി ഒന്ന് പോയി കാണുക. ഇതേ നമ്മുടെ ഓരോ ദോശയും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഉണ്ട്, ഉറപ്പായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.